പണ്ടൊരു കാലത്ത് നടന്ന സംഭവമാണ്. പർവത്പൂർ ഗ്രാമത്തിലെ അവിടുത്തെ ജനങ്ങൾ ആ ഗ്രാമം വിട്ടു പുറത്തു പോകാറില്ല. എന്താ കാര്യം പിന്റു മോനു? എന്താ നിങ്ങളെല്ലാരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മുതലാളി, അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതിന് നിങ്ങളടുത്ത് അനുവാദം ചോദിക്കാൻ വന്നതാണ്. ഇല്ല ഇല്ല, അതില് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മരുഭൂമിയിൽ നിന്ന് വിട്ടിട്ട് പോവാൻ ആരും വിചാരിക്കില്ലല്ലോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ട് പോകാനാ വിചാരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേർക്കും ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നല്ലത് നടക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്താ നോക്കുന്നത് വിചാരിച്ചാൽ, ഗ്രാമത്തിൽ പുറത്തുള്ള ഈ മരുഭൂമി എങ്ങനെ ഉണ്ടാവുന്ന വെച്ച് പിന്നെ നമ്മുടെ ഗ്രാമം എന്തിനെങ്ങനെ മരുഭൂമിയായിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. അതെ മുതലാളി, പിന്നെ ഗ്രാമത്തിന് വേണ്ടി വെള്ളം വളരെ കഷ്ടമായിട്ടുമുണ്ട്. മഴയും വരുന്നില്ലല്ലോ. അത് പിന്നെ ഇത്രയും വലിയ ശാപം കൊണ്ടല്ലേ നമ്മൾ ഇവിടെ തന്നെ പെട്ടുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ ശാപത്തിലും നമുക്കൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രാമം ഈ മലേന്റെ പുറകിലാണ് ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാമവും മരുഭൂമിയായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മുതലാളി. ഈ ശാപത്തിന് എന്തെങ്കിലും ഒരു തീർവ് ഉണ്ടാവല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോയി എന്തെങ്കിലും നോക്കാന്ന് വിചാരിക്കുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു തീർവ് കിട്ടുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഗ്രാമം സഹായിക്കാനും പറ്റും. നിങ്ങൾ നല്ല കാര്യമാണ് ആലോചിച്ചിരിക്കുന്നത്. ശരി, നിങ്ങൾ പോയിക്കോളൂ. പക്ഷേ ശ്രദ്ധയോടെ ഉണ്ടാവണം. ഗ്രാമത്തലവന്റെ ആശീർവാദവും വാങ്ങി രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ടു. വളരെ നന്ദിയുണ്ട് മോനു, എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയതിന്. ഞാൻ ഈ ഗ്രാമത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എനിക്കും നിങ്ങൾ അതുപോലെയാണ് ഒരു നല്ല വഴി കാണിച്ചു തന്നിരിക്കുന്നത്. ചേടാ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് ചെയ്യാനുള്ള കുറെ ആറും ഉണ്ടാവണല്ലോ. ഒരുപക്ഷെ നിനക്ക് വരാനുള്ള താല്പര്യമില്ലെങ്കിൽ നിനക്ക് അപ്പൊ തന്നെ പുറത്തേക്ക് പോവാലോ. ശരി, ഇപ്പൊ നമ്മൾ വെള്ളം തപ്പിയിട്ട് നമ്മൾ ഏത് ഭാഗത്ത് പോകുന്ന വെച്ചാൽ, ഗ്രാമത്തെ ജനങ്ങൾ ആ ഭാഗത്ത് ഈസി ആയിട്ട് വന്നേക്കണം. 3 പേരും മരുഭൂമിയിലൂടെ നടന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പുതിയൊരു സ്ഥലവും തേടി വന്നു. ഒരു ദിവസം മുഴുവൻ അന്വേഷിച്ചിട്ടും അവർക്കാർക്കും ആ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് രാത്രിയായി. ഇന്ന് മുഴുവനും നമുക്ക് വെറും മണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കുന്ന പോലെ നമുക്ക് ഒന്നും കിട്ടിയിട്ടേ ഇല്ലല്ലോ. നമുക്ക് ഈ മണ്ണിൽ വല്ലതെന്തെങ്കിലും കിട്ടുകയായിരിക്കും. ഇന്നത്തെ ദിവസം ഇന്ന് പൂർത്തിയായിട്ടേ ഇല്ല. അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ കുറ്റം പറയാൻ തുടങ്ങിയോ? അതെ, പക്ഷെ നമ്മൾ കണ്ണെത്തും ദൂരം വരെ വെറും മണ്ണ് മാത്രമാണല്ലോ കാണുന്നത്. ഇപ്പൊ ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ ഇന്നും കുറേ ദിവസം തേടി കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കിട്ടുള്ളൂ. ഒരു പക്ഷെ ഇത്രയും പെട്ടെന്ന് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമത്തിന് എന്തിനാ ഇത്രയും വലിയ കഷ്ടം വരേണ്ടത്? അതെ, നീ പറയുന്നത് വളരെ ശരിയാണ്. ശരി, അതൊക്കെ വിട്ടേക്ക്. ഈ മരുഭൂമിയിൽ രാത്രി സമയത്ത് വളരെ സൂക്ഷിച്ചോടെ ഉണ്ടാവണം. ഉച്ചയ്ക്കുള്ളത് പോലെ മരുഭൂമി രാത്രി നേരത്തിൽ ഉണ്ടാവില്ല. അതെ, നീ പറയുന്നത് വളരെ ശരിയാ. നീ സംസാരിക്കുമ്പോൾ എനിക്ക് വന്നിട്ട് എന്തോ ഒരു പുതിയ ശക്തി കിട്ടുന്ന പോലെയുണ്ട്. ശരി, വാ, ഇപ്പൊ നമുക്ക് പോയി ഉറങ്ങാം. നാളെ തന്നെ നമ്മുടെ തേടുന്ന വേട്ട തുടങ്ങിക്കാം. 3 പേരും ടെന്റിനുള്ളിലേക്ക് പോയി. പിറ്റേ ദിവസം പ്രഭാതമായി. വെയിലിന്റെ കാഠിന്യത്താൽ അവർ കഷ്ടപ്പെട്ട് യാത്ര തുടർന്നു. എടാ ഗോലു, നിന്റെ അടുത്ത് കുടിക്കാൻ വെള്ളമുണ്ടോ? എന്റെ അടുത്ത് കുടിക്കാൻ വെള്ളമുണ്ട്. നീ ഇപ്പോഴല്ലേ കുറച്ചു നേരം മുമ്പ് വെള്ളം കുടിച്ചത്? കുറച്ചു നേരം കാത്തിരിക്കേ. അതെ പിന്റു, കുറച്ചു നേരം കാത്തിരിക്കേ. എന്താ വെയില്! ഈ വെയില് പോലെ എന്റെ വേർപ്പൊക്കെ കാഞ്ഞു പോയല്ലോ. 3 പേരും വെയിലത്ത് നടന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പിന്റു വല്ലാതെ ക്ഷീണിതനായത്. പക്ഷെ പെട്ടെന്ന് അവന്റെ കണ്ണുകളിൽ സന്തോഷം കണ്ടു. കുറച്ചു ദൂരെയായി അവൻ ഒരു മരവും ഒരു കുളവും കണ്ടു. എടാ മോനു, ദേ അവിടെ നോക്ക്, കുളം. എവിടെയുണ്ട് കുളം? ദേ അവിടെയുണ്ട്. ദേ അവിടെ ദൂരമായിട്ട് അറിയുന്നുണ്ട്. അവിടെ ദൂരത്തിൽ ഒരു തെന്നമരം കാണാൻ പറ്റുന്നുണ്ട്. വരൂ. ഗോലുവും മോനുവും അത് കണ്ടു. അവരും അത് കണ്ടതാണ് ഒരു മരവും കുളവും. അവർ രണ്ടുപേരും പിന്തുവിന് പുറകിലായി ആ കുളത്തിനടുത്തേക്ക് നടന്നു. ദേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്ന്. ഒരു പക്ഷേ ഈ വെള്ളം നമ്മുടെ ഗ്രാമത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രാമം പഴയതുപോലെ ആവും. അതെ, എന്നാലേ നമ്മൾ തേടി വന്നത് വെറുതെ പോവില്ല. ഗോലു, വേഗം തന്നെ ആവട്ടെ. ഈ വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തുവെച്ചോളൂ. ഇപ്പൊ തന്നെ ഈ വെള്ളം ഞാൻ നിറച്ചു വെക്കാം. നിൽക്കൂ, ആരും ഈ വെള്ളം കുടിക്കാൻ പാടില്ല. ആരാ പറഞ്ഞ്? ഞാനാണ് പറഞ്ഞത്. ഈ കുളത്തിനും മരത്തിനും ഞാനാണ് മുതലാളി. എന്റെ പേര് ജിൻ. ഷെടാ, ഈ ശബ്ദം എവിടുന്നാണ് വരുന്നത്? കുറച്ച് താഴോട്ട് നോക്കൂ. അവർ 3 പേരും പെട്ടെന്ന് താഴേക്ക് നോക്കി. അവിടെ നോക്കിയപ്പോൾ കണ്ടത് അവിടെ നിൽക്കുന്ന ഒരു ജിന്നിനെയാണ്. അതിന്റെ ഉയരമാണെങ്കിലോ അവരുടെ മുട്ടുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജിന്നുകളൊക്കെ ഞങ്ങൾ കഥയിലാണ് കേട്ടത്. പക്ഷെ ശരിക്കും നിങ്ങൾ കാണാൻ വളരെ കുള്ളമായിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ? ഞാനങ്ങ് ഒരു മന്ത്രം ഇട്ട് കഴിഞ്ഞാലേ നിങ്ങളുടെ മൊത്ത തിമിരങ്ങ് അടങ്ങിപ്പോവും. ദയവായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം ജിൻ. ഇത് ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രാമത്തിലുള്ള കുളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാതെ കഷ്ടമായിട്ടുണ്ട്.
ദയവായിട്ട് ഞങ്ങൾക്ക് ഈ കുളം ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ അനുവാദം തരണം. നിന്നെ കണ്ടാൽ വളരെ നല്ലവനെ പോലെ തോന്നുന്നു, പക്ഷെ ഈ കുളം ഉപയോഗിക്കാൻ ഞാൻ അനുമതി തരില്ല. ഞാൻ നിങ്ങളെ സഹായിക്കണമെങ്കിൽ അതിന് പകരം നിങ്ങൾ തരണം. പക്ഷെ ഞങ്ങളടുത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് വെച്ചാൽ ഞങ്ങളടുത്ത് ഒന്നുമില്ലല്ലോ. ആ, നിങ്ങളെ പോലെ തന്നെ പല വർഷങ്ങൾ മുമ്പ് ഒരാൾ വന്നിരുന്നു. അവന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിയപ്പോൾ അവൻ എന്താ എന്നോട് പറഞ്ഞറിയോ? അവന്റെ ഗ്രാമത്തിലേക്ക് കുളം വേണമെന്ന് ചോദിച്ചു. അതെ, അത് ഞങ്ങളുടെ ഗ്രാമമാണ്. അതെ, പിന്നെ അയാളുടെ വാക്ക് മുഴുവനായിട്ട് നിറവേറ്റിട്ടേ ഇല്ല. അവന് ഞാൻ ആ വരം കൊടുത്തപ്പോൾ അവൻ എന്തൊക്കെ സഹായിക്കും ചെയ്യും എന്നോട് പറഞ്ഞു വെച്ചാൽ അത് അവൻ നിറവേറ്റിട്ടേ ഇല്ല. ആ കുളം വാങ്ങിയിട്ട് അവൻ എന്നെ മറന്നും പോയി. അങ്ങനെയാണോ? ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ട ജീൻ? ഒന്നും ചെയ്യണ്ട. അയാൾ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ നിറവേറ്റി തരണം. നിങ്ങളുടെ ഗ്രാമത്തിന്റെ പ്രശ്നം താനെ തന്നെ അങ്ങ് ശരിയായിക്കോളും. പക്ഷേ അദ്ദേഹം അങ്ങനെ എന്ത് വാക്കാണ് തന്നിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് തന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഈ ഉയരൊക്കെ ഉണ്ടാക്കാനുള്ള ഗുളികയൊന്നും ഉണ്ടാവില്ല. എടാ മണ്ട മനുഷ്യ, നീ എന്റെ ഉയരത്തിനെ കളിയാക്കുകയാണോ? ഞങ്ങളോട് ക്ഷമിക്കൂ ജിൻ, ഞാൻ ഇവനെ പറഞ്ഞു മനസ്സിലാക്കാം. അതായത് ഉയരം വന്നിട്ട് ഉറവത്തിലല്ല, മനുഷ്യ ഉള്ളത്തിലാണുള്ളത്. നീ ബുദ്ധിശാലി പോലെ ആളാ തോന്നുന്നു. ശരി, പോയിക്കോ. പോയി നിന്റെ മുന്നോട്ടുള്ള വാക്ക് നിറവേറ്റ്. ആ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ വാക്ക് എന്താണ്? ഞങ്ങൾ എങ്ങനെയാണ് അത് നിറവേറ്റുക? ഈ മരുഭൂമി നിങ്ങൾ ഒരു കൃഷി നിലമായിട്ട് മാറ്റണം. പിന്നെ അത് എങ്ങനെയാണ് നിറവേറ്റേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് നിങ്ങൾ തന്നെ അങ്ങ് അറിഞ്ഞോളൂ. എന്ത്? ഇപ്പൊ പോയിക്കോളൂ, മറഞ്ഞു പോയിക്കോളൂ. ആ ജിന്ന് ഇത്രയും പറഞ്ഞപ്പോഴേക്കും 3 പേരും അവിടെ നിന്ന് അപ്രത്യക്ഷരായി. എന്നിട്ട് തങ്ങളുടെ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 3 പേരും വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി. ചേട്ടാ, ഇത് നല്ലൊരു അത്ഭുതമാണല്ലോ. കണ്ണുമൂടി തുറക്കുന്ന മുമ്പ് നമ്മൾ ഗ്രാമത്തിലങ്ങ് എത്തിയല്ലോ. അതെ, അവിടെ വന്നിരുന്ന ജിന്ന് അത് ശരിക്കുള്ള ജിന്ന് തന്നെയാണ്. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം വലുതായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ എങ്ങനെയാണ് ആ മരുഭൂമി വന്നിട്ട് പച്ചക്കൃഷിയായിട്ട് മാറ്റുന്നത്? ആ, പിന്നെ നമ്മളെടുത്ത് ആ ചെറിയ ജിന്നല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലല്ലോ. അദ്ദേഹം കൊണ്ട് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. എല്ലാം നാശമായി എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ കൃഷിയാക്കാനുള്ളത് പോലും നമ്മളടുത്ത് വെള്ളമില്ലല്ലോ. ഇപ്പോൾ നമ്മളടുത്ത് തീരെയില്ല. 3 പേരും പറ്റിക്കപ്പെട്ട നിലയിൽ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി, പക്ഷെ യാതൊരു വഴിയും തെളിഞ്ഞില്ല. അപ്പോൾ അവർ 3 പേരും ഒരു ദിവസം ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഗ്രാമത്തലവനോട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ 3 പേരും വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ എന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള തീർവ് എന്റെ കയ്യിലുണ്ട്. എന്താണ് തീർവ് മുതലാളി? അതായത് പല വർഷങ്ങൾ മുമ്പ് ഈ വിത്തുകളുടെ മൂട്ട എന്റെ അടുത്തുണ്ട്. കാരണം ഈ ഗ്രാമത്തിൽ ആരെ തലവരാവുന്നുണ്ടോ അവരെടുത്ത് ആ മൂട്ട ഉണ്ടാവും. ഇതിനു മുമ്പുള്ള മുതലാളി വന്നിട്ട് ഈ മൂട്ട ഭദ്രമായിട്ട് വെക്കണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതൊരു മാന്ത്രിക വിത്തുകൾ എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അതിന്റെ മായം കൊണ്ട് ഈ മരുഭൂമി ഒരു ദിവസം ഒരു പശ്ചിമയായിട്ട് മാറുന്നു പറഞ്ഞു. ഇതൊക്കെ സത്യമാണ് മുതലാളി? അതെല്ലാം സത്യമാണ് പിന്റു. അയാൾ എന്നോട് എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഗ്രാമം കഷ്ടമുള്ളപ്പോൾ നമുക്ക് ആ കുളം കിട്ടിയിരുന്നു. ആ നേരത്തിൽ അവരെന്താ ചെയ്തത് വെച്ചാൽ ഈ മാന്ത്രിക വിത്തുകളൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്തത്. പക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ അയാളെ തടസ്സം ചെയ്തു. അതിനുള്ള കാരണം എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ തീരെ മനസ്സിലായിട്ടില്ല. മനു, ആ ജിൻ പറഞ്ഞത് സത്യമായല്ലോ. വാ, നമുക്ക് 3 പേര് ആ വിത്തുകൾ എടുത്തിട്ട് വേഗം തന്നെ മരുഭൂമിയിൽ നമുക്ക് കുഴിച്ചിടാം. ഒരു മിനിറ്റ്, ഒരു പക്ഷേ ഇത് മരുഭൂമിയിൽ നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലുള്ള മറ്റവരടുത്തും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേക്കാം. ഒരു പക്ഷേ കുറെ ദൂരത്തേക്ക് നമ്മൾ ഈ വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മൊത്തം മരുഭൂമികളും വേഗം നന്നായിട്ടുണ്ടാവല്ലോ. ഗ്രാമത്തലവൻ അവരുടെ കയ്യിൽ ഒരു സഞ്ചി നിറച്ചും വിത്ത് കൊടുത്തുവിട്ടു. ശരി, വരൂ, നമുക്ക് ഇപ്പൊ ഇത് വന്നിട്ട് വിതയ്ക്കാം. പിന്നെ ഈ പാല വേണം നമുക്ക് പശുമയാക്കാം. എന്നാലേ ജിന്നി നമ്മളെ സഹായിക്കുകയുള്ളൂ. ഗ്രാമവാസികളുടെ സഹായത്തോടുകൂടി 3 പേരും ദൂരെയായി ആ വിത്തുകളെല്ലാം പാകി. അവർ ആ സഞ്ചിയിലുണ്ടായിരുന്ന എല്ലാ വിത്തുകളും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ദൂരെയായി ഇപ്പോൾ വിതച്ചു കഴിഞ്ഞു. പക്ഷേ ഒരുപാട് ആഴ്ചകൾ കടന്നു പോയിട്ടും ആ സ്ഥലത്ത് യാതൊരുവിധ വൃക്ഷങ്ങളും വളർന്നില്ല. ഇത് കണ്ട് 3 കൂട്ടുകാരും ഗ്രാമത്തലവനും പിന്നെ ഗ്രാമവാസികളും അതേ കുളത്തിന് സമീപത്തേക്ക് പോയി. അവിടെയായിരുന്നല്ലോ ജിന്നുണ്ടായിരുന്നത്. ആ മോനു, ഈ ജിന്ന് എവിടെയാ പോയത്? ആളെ കാണുന്നേ ഇല്ലല്ലോ. ഞാൻ എവിടെയാണ് ഉള്ളത്? എവിടെ? താഴോട്ട് നോക്കൂ, താഴെ.
ഷടാ, ഇത് ശരിക്കും ഒരു ചെറിയ ജിന്നാണല്ലോ. നമ്മുടെ പിന്റു ഇതിനെപ്പറ്റി ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നീ എന്നെന്താ കളിയാക്കുകയാണോ? എന്താണ് ജോലി? വേഗം തന്നെ പറഞ്ഞിട്ട് വേഗം ഈ സ്ഥലം വിട്ടിട്ട് പോവാൻ നോക്ക്. നിങ്ങൾ ദേഷ്യപ്പെടില്ല ജിൻ. അതായത് അവർക്ക് നിങ്ങളുടെ ശക്തി എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ ജിന്ന് വിളിക്കുന്നത്. ആ, നീയല്ലേ ആ ബുദ്ധിശാലിയുള്ള പയ്യൻ. നീ പറ, എന്താണ് കാര്യം? അത് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നോര് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വിത്തുകളും എടുത്ത് ഞങ്ങൾ വിതച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും ഞങ്ങൾക്ക് ഒരു ചെടി പോലും വന്നിട്ടില്ല. മായ വിത്തുകൾ ഉണ്ടായാലും വെള്ളം ഇല്ലാതെ അത് മുളക്കില്ല. കുറച്ചില്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ തന്നെ ഞങ്ങളെ സഹായിച്ചോടെ ജെയിൻ. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സഹായം ചോദിച്ചോളൂ. നിങ്ങൾ എത്രയാണ് സഹായം ചോദിക്കുക? നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് വെള്ളമുണ്ടല്ലോ, അതും എന്റെ കരുണ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. അയ്യോ ചേട്ടാ, ഞങ്ങളങ്ങനെ നടക്കാൻ സമ്മതിക്കില്ല. ഒരു പക്ഷേ ആ വെള്ളം തീർന്നു പോയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും പറ്റും? ഗോലു, ഗ്രാമത്തിൽ ജനങ്ങളും പറയുന്നത് ശരിയല്ലേ ഒരു വിധത്തിൽ? ഞാൻ നമ്മുടെ ജിൻ പറയുന്ന കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ നമ്മുടെ ഗ്രാമത്തിൽ എന്താ നടക്കുന്ന കാര്യം അതും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണോ? നിനക്ക് എന്താണ് മനസ്സിലായത്? ഞങ്ങൾക്കും പറഞ്ഞു തന്നേക്ക്. നമ്മുടെ ഗ്രാമത്തിലുള്ള കുളവും ഈ ജിന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ ഏത് മനുഷ്യൻ ആ കുളം വാങ്ങിയിട്ടുണ്ടോ അദ്ദേഹം ഈ മൊത്തം മരുഭൂമിയും പച്ച പശുമായിട്ട് മാറ്റാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് സംഭവം നമുക്കെതിരെ നടക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ്. അയാൾ ജീവിക്കുന്ന സമയത്ത് ജനങ്ങൾ ആരും ഇതുപോലെ സഹായിച്ചിട്ടുണ്ടാവില്ല. ശരി, നിങ്ങൾ തന്നെ പറ. ഒരു പക്ഷേ ആ കുളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഏത് മുഖം വെച്ചിട്ടാണ് നിങ്ങൾ ജിന്നുണ്ട് സഹായം ചോദിക്കാൻ പോവുക? അയാളടുത്ത് വന്നിട്ട് ശക്തി ഉണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുകയല്ലോ. അങ്ങനൊന്നും ഇല്ല മാമ. നമുക്കുള്ള സഹായം നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഈ ജിന്ന് വന്നിട്ട് നമുക്ക് മുമ്പ് തന്നെ വഴി കാണിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആ വഴി? ഒരു പക്ഷേ ഈ മരുഭൂമി വന്നിട്ട് നല്ല പശുമായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും മഴയും വരും. അതിനായിട്ട് നമ്മൾ ജിൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അതിനുവേണ്ടി നമ്മുടെ ആഗ്രഹമൊക്കെ നമ്മൾ ത്യാഗം ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാമത്തിൽ കിട്ടാൻ പോകുന്നേ ഇല്ല. പിന്നെ ഈ ഗ്രാമവും മൊത്തമായിട്ട് വാടിപ്പോവും. എന്നോട് ക്ഷമിക്കും മോനു, ഞങ്ങൾ മൊത്തം ഗ്രാമവും വല്ലാതെ പേടിച്ചു പോയി. അതെ മോനു, നിങ്ങൾ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. നമ്മുടെ അത്യാഗ്രഹം മാത്രം നമ്മൾ ആലോചിക്കാനേ പാടില്ല. അധ്വാനത്തിൽ നിന്ന് നമ്മൾ മറയാനേ പാടില്ല. വളരെ എളുപ്പമായിട്ട് വരം കിട്ടുമെന്ന് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും മോനു. അതെ, ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മരുഭൂമി നമുക്ക് പശുമായിട്ട് മാറ്റാം. ഞാൻ പറഞ്ഞതല്ലേ, ഇവൻ ബുദ്ധിശാലി തന്നെയാണ്. പോയി നിങ്ങളുടെ ജോലിയൊക്കെ നോക്കൂ. ഇന്ന ഒറ്റ ദിവസം കൊണ്ട് ഈ മരുഭൂമി നിങ്ങൾക്ക് പശുമയായിട്ട് മാറ്റും. എല്ലാവരും ആ കുളത്തിലെ വെള്ളം തന്നെ ഉപയോഗിച്ചു. ഇപ്പോൾ ആ മരുഭൂമി എല്ലാവരും ചേർന്ന് ആ മരുഭൂമിയെ നല്ലൊരു കാടാക്കി മാറ്റി. ഈ കാരണം കൊണ്ട് തന്നെ അവിടെ മഴ പെയ്യാനും തുടങ്ങി.